50 പേരുടെ ജീവനെടുത്ത് കുവൈറ്റിലെ അഗ്നിബാധയിൽ പരിക്കേറ്റ മലയാളികളെല്ലാം അപകടനില തരണം ചെയ്തതായി റിപ്പോർട്ട്. വെന്റിലേറ്ററിലായിരുന്ന മലയാളികളുടെയെല്ലാം ആരോഗ്യനില മെച്ചപ്പെട്ടതോടെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റി ഒരാൾ മാത്രമാണ് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നത്. അഗ്നിബാധയുടെ 4ാം നാളിൽ ആശ്വാസവാർത്തയാണ് കുവൈറ്റിലെ ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്നത്. ചികിത്സയിൽ കഴിയുന്ന 31 പേരിൽ 14 മലയാളികളുണ്ടെങ്കിലും ആരും വെന്റിലേറ്ററിലില്ല. NBDC കമ്പനിയിലെ സീനിയർ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് കുമാർ മാത്രമാണ് ICUയിൽ കഴിയുന്ന മലയാളി. ഇദ്ദേഹവും അതീവ ഗുരുതരാവസ്ഥ തരണം ചെയ്തെന്നാണ് റിപ്പോർട്ട്. ജനറൽ വാർഡിലും അസ്ഥിരോഗ ചികിത്സാ വാർഡിലുമാണ് കൂടുതൽ പേരുമുള്ളത്. അൽ അദ്നാൻ ആശുപത്രിയിലുള്ള 18 പേരിൽ 5 പേരാണ് മലയാളികൾ. മുബാറക് ആശുപത്രിയിലെ 7 പേരിൽ 5 പേരും മലയാളികളാണ്. അൽ ജാബിൽ ആശുപത്രിയിലാണ് മലയാളിയായ സുരേഷ് കുമാർ ICUയിൽ കഴിയുന്നത്. ഇതേ ആശുപത്രിയിൽ ആന്ധ്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നും 2 പേർ ICUയിലുണ്ട്. ജഹറ ആശുപത്രിയിലുള്ള 2 പേരും ഫർവാനിയ ആശുപത്രിയിലുള്ള ഒരാളും മലയാളിയാണ്. ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെടുന്നതോടെ ചികിത്സയിലുള്ള ചിലരെ വരും ദിവസങ്ങളിൽ ഡിസ്ചാർജ് ചെയ്യും. മാതൃഭൂമി ന്യൂസ്, ദുബായ്.